ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് വെന്തൊടയണ കപ്പ വേണം കേട്ടാ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വാങ്ങേണ്ടത്. എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടാ. അതാണ്. എന്നിട്ടേ കപ്പ ഈ വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കണം. കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ടേ അരമുറി തേങ്ങ എടുത്ത് ചിരണ്ടി വെക്കണം. പിന്നെ ഒരു 10-12 ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും 2 പച്ചമുളകും കേട്ടാ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടാ. ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടാ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വേവിൽ നമുക്ക് കപ്പ എടുക്കണം കേട്ടോ. അതിൽ ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമുക്കത് ഊറ്റിക്കളയാം. ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ആവി ഒട്ടും കളയരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കപ്പയിലേക്ക് ഈ തേങ്ങയും നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിക്കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് മറ്റൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പില ചേർത്ത് താളിക്കുക. ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഈ താളിപ്പ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റോളം മൂടി വെക്കണം കേട്ടോ. ഞാൻ അപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ കപ്പ വാങ്ങിച്ചാലും നിങ്ങൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാതിരിക്കില്ല. ഇതൊരു അടാറ് സംഭവം തന്നെയാണ് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് ബീഫ് കറിയും കൂടി ഒഴിച്ച് കഴിച്ച് നോക്കണം കേട്ടോ. അതും ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.